ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു 3 ഡേറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. 3 സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷേ കോട്ടിങ് മാത്രം ഒരു വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. ഒരു എനർജി ബൂസ്റ്ററാണ് കേട്ടോ ഇത്. നല്ല ഡേറ്റും പല നട്ട്സും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ഫില്ലിങ്ങുമാണ്. ഇതിന് ഞാൻ വാൽനട്ടും ആൽമണ്ടും കാഷ്യൂനട്ടും അതുപോലെ നമ്മുടെ പീനട്ട്, അതായത് നിലക്കടല, വാൽനട്ട്, ബദാം, അണ്ടിപ്പരിപ്പ് കൂടാണ്ട് വെള്ള എള്ളും ചേർക്കുന്നുണ്ട്. അതുപോലെ കരിഞ്ജീരകം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ചോക്ലേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. കരിഞ്ജീരകവും വെള്ള എള്ളും എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതായത് വേറെ വേറെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടി യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡയറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ക്യാഷും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ആൽമണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്, തോട് കൂടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ തോടൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ആ മുകളിലെ കോട്ടിങ്ങും കളയാൻ പറ്റും. അപ്പോൾ അതും കളഞ്ഞ് എടുക്കുന്നുണ്ട്. നിലക്കടലയും അതുപോലെ തൊലി കളഞ്ഞ് എടുത്തു. ഈത്തപ്പഴം നന്നായിട്ട് കഴുകിയതാണ്, അതും കുരു കളഞ്ഞിട്ട് സെറ്റാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ നട്ട്സും എടുത്ത് ഒരുമിച്ച് തന്നെ അത്യാവശ്യം ഫ്രൈ ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ, ഒന്ന് ക്രിസ്പി ആയി നട്ട്സൊക്കെ എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓഫ് ചെയ്യാം. ശേഷം ആ സെയിം പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈത്തപ്പഴം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് എടുത്തു, ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. നെയ്യിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കുകയാണ് നല്ലത്. എങ്കിലാണ് നമുക്ക് ലഡുവിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൽവ പോലെ ഇതെല്ലാം ഒരുമിച്ച് ചട്ടിയിൽ നിന്ന് വേറിട്ട് ഒരുമിച്ച് ഒരു ഫോമിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. മാക്സിമം അതിൽ വെള്ളം വറ്റിപ്പോയിന്ന് ഉറപ്പ് വരുത്തുക. ശേഷം ഞാൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഒരു റെസിപ്പിയുടെ കോട്ടിങ് വെള്ള എള്ളാണ്, അതും ഈ ചൂടുള്ള പാനിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് കഴുകി എടുത്തിരുന്നു. വെള്ളം വറ്റി നല്ല ക്രിസ്പി ആയ ശേഷം അത് മാറ്റി വെച്ചു. ഇനി എല്ലാ നട്ട്സും നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജാറിലിട്ട് ക്രഷ് ചെയ്യുക. എനിക്ക് പൊതുവേ ഈത്തപ്പഴത്തിൻ്റെ ലഡു കഴിക്കുമ്പോൾ നട്ട്സ് കടിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ കടിക്കാൻ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യുക, അത് നൈസായിട്ട് പൊടിച്ചിട്ട് കൂടെ മിക്സ് ചെയ്തിട്ട് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഇതാ എല്ലാം നമ്മൾ എടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മാത്രം നട്ട്സ് ചേർത്തിട്ട് നമ്മൾ എത്രത്തോളം മധുരം വേണം, മധുരം നല്ലോണം വേണ്ടവർ കുറച്ച് നട്ട്സ് ചേർക്കുക. കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ കൂടുതൽ നട്ട്സ് ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. മാക്സിമം മിക്സ് ചെയ്ത ശേഷം ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോളാക്കി നമുക്ക് ഉരുട്ടാം, അല്ലെങ്കിൽ സിലിണ്ടർ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. സ്ക്വയറോ അങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എത്രത്തോളം അപ്പീലിംഗ് ഉണ്ടാവുന്ന ഷേപ്പാണോ ഇഷ്ടം അത് ചെയ്യാം. ഉരുട്ടിയെടുക്കുമ്പോൾ ഞാൻ കയ്യിൽ നെയ്യ് തടവിയിരുന്നു കേട്ടോ, ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ ഉരുട്ടി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് സെറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വെളുത്ത എള്ളിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ടിങ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അത് മാറ്റി വെച്ചു. ഇതാണ് എൻ്റെ ഫസ്റ്റ് റെസിപ്പി ഉള്ളത് കേട്ടോ. ശരിക്കും ഈ ഈത്തപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അയൺ കണ്ടൻ്റ് ഉള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നല്ല ഫൈബറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ദഹനത്തിനൊക്കെ വളരെയധികം അത് സഹായിക്കും. നട്ട്സും അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റിനെ നമുക്ക് നൽകുന്നതാണ്. നല്ല ഫൈബറും ഉണ്ട്. അതുപോലെ ഒരു ഹോൾ റേഞ്ച് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. ഇതൊരു സിമ്പിൾ സ്നാക്ക് എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ റെസിപ്പി ഇട്ടത്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണം, ഇപ്പോൾ കണ്ണിൽ കണ്ട സ്നാക്ക് കഴിക്കുന്നതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്, ഡേറ്റ്സ് ലഡുവിന് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന് മുകളിൽ ചോക്ലേറ്റ് കോട്ടിങ് കൊടുക്കുക. അതിന് എൻ്റെ കയ്യിൽ ഈ ചോക്ലേറ്റ് എനിക്ക് കിട്ടിയുള്ളൂ. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതായത് മിൽക്ക് ചോക്ലേറ്റിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അലിയിച്ചെടുക്കാം. കുറച്ച് പാല് ഞാൻ ചേർത്തിരുന്നു. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ പോകുന്ന ഡേറ്റ്സിൻ്റെ ലഡുവിന് ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി നീളത്തിൽ ആക്കി കൊടുത്തു. ഒരു ചോക്ലേറ്റിൻ്റെ കുഞ്ഞു ബാറ് പോലെയുള്ള ഷേപ്പിലാക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ലൂസായിട്ടുള്ള ഈ ചോക്ലേറ്റ് സിറപ്പിൽ നമ്മൾ മുക്കിയെടുക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. ശേഷം ഒന്ന് ഉണങ്ങാനാവുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, നട്ട്സ് പൊടിച്ചത് അതിന് മുകളിൽ ഇട്ട് കൊടുത്തു.
1 കിലോ ഈത്തപ്പഴം ഞാനിതിന് എടുത്തിട്ടുണ്ടായിരുന്നു. നട്ട്സ് എന്ന് പറയുന്നത് നമ്മളെ ചോയ്സാണ്. അതായത് ഇപ്പോൾ നമുക്ക് ആൽമണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ, നിലക്കടല മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ, എല്ലാം മിക്സ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി എല്ലാവരും അവരുടെ ചോയ്സിനനുസരിച്ച്. ഇനി മക്കൾ വാൽനട്ടാണ് കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാൽനട്ട് മാത്രം ചേർത്തിട്ടും ചെയ്യും. ഇനി ഞാൻ കരിഞ്ജീരകം റോൾ ചെയ്തെടുക്കാൻ, കോട്ടിംഗ് ആയിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നതിന് ഞാനിത് റൗണ്ടാക്കി കൊടുത്തു. എന്നാൽ മൂന്ന് ഷേപ്പിലായല്ലോ. ഈ ലഡു ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിന് മാത്രം മധുരമില്ല, ഒരു ആവശ്യത്തിന് മാത്രം മധുരമുള്ളൂ. കാരണം ഞാൻ അത്യാവശ്യം നട്ട്സ് ചേർത്തിരുന്നതുകൊണ്ട്. പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും അങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിൽ ചേർക്കാം. അതുപോലെ ഫ്ലാക്സ് സീഡ്സും നമ്മൾ നട്ട്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഡേറ്റ്സ് സോട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഗീൻ്റെ എമൗണ്ട് കുറയ്ക്കുക. അതുപോലെ ഹൈ കലോറി വരാതിരിക്കാൻ വേണ്ടി ചെറിയ ഡേറ്റ് ബോൾസ് ഉണ്ടാക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. ഓവറായിട്ട് നട്ട്സും ആഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഹൈ കലോറി അപ്പോൾ വന്നേക്കാം നമ്മുടെ ഡയറ്റിൽ. ഇത് ചെറിയ ഫങ്ഷൻസിനൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.